നെടുമ്പാശ്ശേരി മനുഷ്യക്കടത്ത് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയ NIA സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ പണം നൽകി ഭീഷണിപ്പെടുത്തി ഇറാനിലെത്തിച്ചു. പണം പ്രതികൾ ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയെന്നും കണ്ടെത്തൽ. പ്രതി മധു ജയകുമാറും രാജ്യാന്തര അവയവക്കടത്ത് സംഘവും തമ്മിൽ അടുത്ത ബന്ധമെന്നും NIA. മനുഷ്യക്കടത്തിനായി പ്രതി മധു ജയകുമാർ ഓഫീസ് തുറന്നത് ആലുവ കുഴുവേലിപ്പടിയിൽ. മനുഷ്യക്കടത്തിന് മറയാക്കിയ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ 24 കിട്ടുകയും ചെയ്തു. ഹാഷ്മി, മധു ജയകുമാർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇയാളുടെ കുഴുവേലിപ്പടിയിലുള്ള ഓഫീസാണ്. അത് മെഡിക്കൽ ടൂറിസം എന്ന പേരിലാണ് സ്റ്റെമ്മ ക്ലബ് എന്ന ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. മനുഷ്യന്റെ ശരീരാവയവങ്ങൾക്ക് പരസ്യമായി വിലവിവര പട്ടിക വച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഓഫീസാണിത്. ഇവിടെയാണ് ഈ ആളുകളെ 14 പേരെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയും അവരുടെ അവയവങ്ങൾ കച്ചവടം ചെയ്യുകയും ചെയ്യാനായിട്ട് മധു ജയകുമാർ ഉപയോഗിച്ച കെട്ടിടം. ഏതായാലും ഈ കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ NIAയും പോലീസും ശേഖരിച്ചിരുന്നു. അതിന്റെ അന്വേഷണം തുടരന്വേഷണം നടക്കുകയാണ്. ഇവിടെ ആരെയൊക്കെ കൊണ്ടുവന്നിരുന്നു, ആരെയൊക്കെയാണ് വിളിച്ചു വരുത്തിയിരുന്നത്, പണം കൈമാറ്റം നടന്നു തുടങ്ങിയ വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് NIA അവയവക്കടത്തിന്റെ നടുക്കുന്ന കൂടുതൽ വിവരങ്ങൾ പറയുന്നത്. ആദ്യം ഇടത്തരക്കാരെ സമീപിക്കും, അവർക്ക് കുറച്ച് പണം നൽകും, പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തും. ഇത്തരത്തിൽ കിഡ്നിയും മറ്റ് ആന്തരിക അവയവങ്ങളും ലക്ഷ്യം വെച്ചായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. അവയവക്കടത്തിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുകയും ഭൂമി വാങ്ങിക്കൂട്ടുകയുമാണ് പ്രതികൾ ചെയ്തത് എന്നുള്ളത് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മധുവിനും കൂട്ടാളികൾക്കും സഹായം നൽകിയവരെ കൂടി കണ്ടെത്താനാണ് NIA ഇപ്പോൾ ശ്രമിക്കുന്നത്. മധുവിന്റെ ശരീരാവയവങ്ങൾ പരസ്യമായി വിവരം പറഞ്ഞുകൊണ്ട് വിൽക്കുന്ന ഈ ആലുവ കുഴുവേലിപ്പടിയിലെ ഓഫീസിൽ ആരൊക്കെ എത്തിയിരുന്നു എന്നുള്ളതും അന്വേഷണ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയാണ് NIA തേടുന്നത്.